നിങ്ങൾ തിമിര ശസ്ത്രക്രിയ അഥവാ കാറ്ററാക്ട് സർജറി ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മെ അലട്ടുന്ന ഏറ്റവും വലിയ ഒരു ക്വസ്റ്റ്യൻ ഏത് തരം ലെൻസ് കണ്ണിൻ്റെ ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്യണം എന്നതാണ്. ഇതിൽ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ലെൻസസ് മോണോഫോക്കൽ ലെൻസസ് ആണ്. മോണോഫോക്കൽ ലെൻസസിൽ ഏറ്റവും ബെസ്റ്റ് ലെൻസാണ് അക്രിസോഫ്റ്റ് IQ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷം രോഗിക്ക് ദൂരത്തേക്കുള്ള കാഴ്ച വളരെ വ്യക്തമായി കാണാൻ കഴിയും. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ഡിസ്റ്റൻസ് അഥവാ കമ്പ്യൂട്ടർ ഇരിക്കുന്ന ദൂരം, റീഡിംഗ് ഡിസ്റ്റൻസ്, നമ്മൾ വായിക്കുന്ന ഒരു 40 സെൻറ്റിമീറ്റർ ദൂരമുള്ള കാര്യങ്ങൾ കാണാൻ ഒരു കണ്ടൻ്റെ സഹായം വെക്കേണ്ടി വന്നേക്കാം. ഇതുപോലെ തന്നെ ചില എയിൽമെൻറ്റ്സ് ഉള്ളവർക്ക് എന്ന് വെച്ചാൽ ഗ്ലോക്കോമ, കണ്ണിൻ്റെ പ്രഷർ അധികമായ കണ്ടീഷൻ, അതുപോലെ തന്നെ ഡയബറ്റിസ് ഞരമ്പിനെ ബാധിച്ച് ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നവർക്ക് എന്തായാലും മോണോഫോക്കൽ ലെൻസസ് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ഏറ്റവും ഉചിതം. അടുത്ത കാറ്റഗറി ഓഫ് ലെൻസസ് ആണ് ട്രൈഫോക്കൽ ലെൻസസ് അല്ലെങ്കിൽ മൾട്ടിഫോക്കൽ ലെൻസസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷം രോഗിക്ക് ദൂരത്തേക്ക് കാണാനും അതേപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ഡിസ്റ്റൻസ് കമ്പ്യൂട്ടർ നോക്കാനും റീഡ് ചെയ്യാൻ പോലും ഒരു കണ്ണടൻ്റെ സഹായവും ആവശ്യമില്ല. അതിൻ്റെ സഹായമില്ലാതെ തന്നെ അവർക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഒരേ ഒരു കാര്യം, ഡ്രൈവിംഗ് നന്നായി രാത്രി ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഹാലോസൻ ഗ്ലെയർ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം. പക്ഷേ 90 to 95% of the patients are very happy by implanting these lenses. അടുത്തതായിട്ട് തേർഡ് കാറ്റഗറി ഓഫ് ലെൻസസ് ആണ് EDOF ലെൻസസ് അഥവാ എക്സ്റ്റെൻഡഡ് ഡെപ്ത് ഓഫ് ഫോക്കസ് ലെൻസസ്. ഇതിൻ്റെ പ്രത്യേകത ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷം രോഗിക്ക് ദൂരത്തേക്കും ഇൻ്റർമീഡിയറ്റ് കമ്പ്യൂട്ടർ ഇരിക്കുന്ന ദൂരത്തേക്കും വ്യക്തമായി കാണാൻ കഴിയും. പക്ഷേ വളരെ അടുത്ത് പിടിച്ചൊരു 40 സെൻറ്റിമീറ്റർ എന്തെങ്കിലും വായിക്കണമെങ്കിൽ ഒരു ചെറിയ പവറിൻ്റെ ഗ്ലാസിൻ്റെ സഹായം വേണ്ടി വന്നേക്കാം. ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള 3 കാറ്റഗറി ഓഫ് ലെൻസസ് ആണ് ഇതിൽ നമ്മളുടെ ആവശ്യാനുസൃതം നമുക്ക് ഏത് ലെൻസ് വേണമെങ്കിലും ഇംപ്ലാന്റ് ചെയ്യാം.